ഈ പാടത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഇവിടെ കത്തുന്നതാണ് കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആർക്കും ഒന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്, വലിയൊരു പൊട്ടിത്തെറി. അവിടെ അടുത്ത അയലകത്തുള്ള ആൾക്കാരൊന്നും ഒക്കെ വീടൊക്കെ തകർന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട് എൻ്റെ തറവാട് തന്നെ ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരമുണ്ട്. അതിൻ്റെ ഓട് കംപ്ലീറ്റ് പൊട്ടി താഴെ വീണുണ്ട്. അമ്മയുടെ തലയ്ക്കും ഇവിടെ ഓട് പൊട്ടി വീണുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും ഞങ്ങൾ തന്നെ ഉണ്ടെന്ന്. ആ സമയത്ത് ആളുകളെ രക്ഷപ്പെടുത്താനൊന്നുമില്ല. അവിടെ മറ്റേ പാടത്ത് പൊട്ടിത്തെറിച്ച് കിടന്ന ആൾക്കാരാണ്. ദൂരേക്ക് തെറിച്ചു പോയിരുന്നു. ഒരു 200 മീറ്റർ അകലെയുള്ള ആൾക്കാരാണ്. അകലെയാണ് പോയി എടുക്കുന്നതൊക്കെ. അത്ര ദൂരത്തേക്ക് തെറിച്ചിട്ടുണ്ട്. ഒക്കെ ഓരോ പീസുകളൊക്കെ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടാണ്. അന്നേരം പോലീസും പറഞ്ഞാൽ ഇതൊന്നുമില്ല, മറ്റേ ആംബുലൻസും ഒന്നുമില്ലെന്നു. അപ്പോൾ അവരെ സഹായിച്ചിട്ട് അവരൊപ്പം നിന്നതാണ്. 8-9 ആൾക്കാർ ഞങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് സംഭവം. ആദ്യമായിട്ടാണ്. ഒരു ചെറിയൊരു ഇതുപോലും ഉണ്ടായിട്ടില്ല ഇവിടെ. അത്രയും സുരക്ഷിതയിലാണ് കൊണ്ടുവരുന്നത്. എന്താണെന്നറിയില്ല. ഇപ്പോൾ എല്ലാം പണി കഴിയാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ സമയം കൂടി ഉള്ളൂ. അതിനോട് അവസാനിപ്പിക്കണം, എല്ലാം അവസാനിപ്പിക്കണം. അത് വേണ്ടിയിട്ട് പണിക്കാരൊക്കെ വിടാനുള്ള പരിപാടിയിൽ നടന്നത്. ആ സമയത്താണ് ഈ സംഭവം. 3:20 സംഭവം. 40 പേരാണോ? എത്ര പേരുണ്ട്? 40 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വലിയ ഇതല്ല. 40 പേര് ചോറ് കൊടുത്തിട്ടുണ്ട്. 40 പേർക്ക് ചോറ് പുറത്താണ് കൊടുത്തിരുന്നില്ലേ? പുറത്താണ് ചോറ് കൊടുക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്നു അറിയാൻ കഴിയും? അതൊന്നും കഴിയില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു അറിയില്ല. ഇവിടെ കിണറും ഇതൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഒരു കുളമുണ്ട്. കിണറുണ്ട് അവിടെ. അവിടെ കിണറുണ്ട്. ഇതിങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞെടുക്കണം? അതവരെ സ്ഥലം തന്നെ. അതവര് ഒരു പണ്ട് കാലത്ത് ഒരു നാൽക്കണ്ണികൾ ഉണ്ടായിരുന്നു. അത് അവർ മേടിച്ചൊരു നേരത്തിങ്ങനെ ഇതിൽ പടക്ക വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. അത്ര സുരക്ഷിതമാണ്. അവൻ്റെ വീട്ടിൽ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യില്ല. ഇവിടെ അച്ഛനായിട്ടുള്ള കാലത്തുള്ള തന്നെയാണ് ഇവിടെ. സതീഷിൻ്റെ അച്ഛൻ്റെ കാലത്ത്, മണിയേട്ടനായിട്ടുള്ള കാലത്താണ് ഉണ്ടായിരുന്ന സംഭവമാണ്. ഇവിടെ തന്നെ എല്ലാം കൊണ്ടുപോകാറ്. എല്ലാവരും പരിചയമുള്ളവരാകൂലേ? എല്ലാവരും സ്ഥിരപരിചയമുള്ള ആൾക്കാരാണ്. ഈ അവസ്ഥ അതിജീവിക്കലാണ് വലിയ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന്റെ